എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് വഴുതനങ്ങ ഫ്രൈ ആണ്, അല്ലെങ്കിൽ എഗ് പ്ലാന്റ് ഫ്രൈ എന്ന് പറയാം. വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കും ഇനി അല്ലാത്തവർക്കും മീൻ പൊരിച്ചതൊക്കെ പോലെ ഒന്ന് ഫ്രൈ എന്തെങ്കിലും ചോറിനും കൂടെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തയ്യാറാക്കാൻ വേണ്ടി ഒരു എഗ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു വലിയ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ളത് എടുക്കുന്നതാണ് നല്ലത്. സാധാരണ വഴുതനങ്ങ എടുത്തും ഇത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ കട്ട് ചെയ്യുന്നത് പോലെ ചെറിയ തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് തിക്നെസ് കൂട്ടരുത്, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ പാടായിരിക്കും, അല്ലെങ്കിൽ ഉള്ളൊക്കെ വേവില്ല. അതുകൊണ്ട് തന്നെ കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെറിയ തിക്നെസ്സിൽ അരിഞ്ഞെടുത്ത വഴുതനങ്ങ നല്ല ഡ്രൈ ആയിരിക്കും ഈ സമയത്ത്. ഇനി ഇതിലേക്കുള്ള ഒരു കൂട്ട് തയ്യാറാക്കി ഇത് വെക്കുകയാണ് ചെയ്യുന്നത്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ വീതം കുരുമുളക് പൊടിയും നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം പൊടിച്ചതും ചേർക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു സമയത്തും ഇത് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഒരുപാട് വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കേണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി. ഈ ഡ്രൈ ആയിട്ടുള്ള പൗഡർ വെച്ചിട്ടാണ് ഈ വഴുതനങ്ങ നമ്മൾ മാരിനേറ്റ് ചെയ്യേണ്ടത്. ഈ പൊടി വഴുതനങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഈ വഴുതനങ്ങയിൽ ഉള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, മോയിസ്റ്റ് ഇതിലേക്ക് ഇറങ്ങി ഈ ഒരു പൊടിയായിട്ട് ചേർന്ന് നല്ലപോലെ പറ്റി പിടിച്ചിരിക്കും. അതിൽ 2 ഭാഗത്തും ഈ പൊടി ആക്കാൻ ശ്രദ്ധിക്കണം. പത്ത് മിനിറ്റിന് ശേഷം ആ ഒരു വഴുതനങ്ങയുള്ള മോയ്സ്ചർ അതിലേക്കായി ഇതുപോലെ പോവാതെ തന്നെ പൊടി ഇതിൽ നന്നായി പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിലിലും ഫ്രൈ ചെയ്യാം. ഇനി ഇത് 2 ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ചെറിയ തീയിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു പൊടി കരിഞ്ഞു പോവാതെ വഴുതനങ്ങയെല്ലാം നന്നായി വെന്ത് അതിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയി കിട്ടും. ചെറിയ തീയിൽ വെച്ച് 2 ഭാഗവും ഫ്ലിപ്പ് ചെയ്ത് മറിച്ചും തിരിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറായി കിട്ടും. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതെടുത്ത് സെർവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഫ്രൈ ആണ്. ഇതിന് പകരം നമുക്ക് സാധാരണ കേരളത്തിൽ നമ്മൾ മീനൊക്കെ പൊരിക്കുന്നത് പോലെയും ആ ഒരു സ്പൈസസ് ചേർത്ത് പൊരിക്കാം. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, നല്ല രുചിയുള്ള ഒരു മിക്സാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല സിമ്പിളാണ്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. നമുക്കൊരു മീൻ പൊരിച്ചതൊക്കെ പോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.